بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل وسلم وبارك على حبيبك الأعظم وعلى آله وأصحاب حبيبك الأعظم بعدد كل معلوم لك صلاة ترضيك وترضيه وترضى بها عنا يا أرحم الراحمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا ونشهد أن لا إله إلا الله ونشهد أن سيدنا محمد رسول الله ബഹുമാന്യരായ മുഹിബ്ബീങ്ങളെ സുദീർഘമായി സംസാരിക്കുന്നില്ല. അല്ലാഹു നമ്മുടെ ഈ മജ്ലിസ് അവന്റെ പൊരുത്തപ്പെട്ട മജ്ലിസായി കബൂൽ ചെയ്യട്ടെ. സയ്യാഹികളായ മലായികത്ത് അവർ ദിക്റിന്റെയും സ്വലാത്തിന്റെയും ഇൽമ് പറയുന്ന സദസ്സുകളിലും പങ്കെടുക്കാനായി അതിനു മാത്രം സൃഷ്ടിക്കപ്പെട്ടവരാണ് സയ്യാഹികൾ. ആ സയ്യാഹികളായ മലായികത്തിന്റെ സാന്നിധ്യം നമ്മുടെ മജ്ലിസിൽ ഉണ്ടാവട്ടെ. അതിന് നമ്മുടെ മജ്ലിസിൽ അദബ് വേണം. അദബ് കേട് മജ്ലിസിൽ സംഭവിക്കുമ്പോൾ സയ്യാഹികളായ മലായികത്ത് ആ മജ്ലിസിനെ വെറുത്ത് അവര് ശപിച്ചു കൊണ്ടുപോകും. അല്ലാഹു നമ്മളെ ആകട്ടെ. അർവാഹ് മുഖദ്ദസത്ത് നമ്മളെ മജ്ലിസിൽ ഉണ്ടാവും. നമ്മളെ മജ്ലിസ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഹിബ്ബീങ്ങളുടെ മജ്ലിസാണ്. മുത്തുനബിയെ എല്ലാ ദിവസവും സ്മരിച്ചുകൊണ്ട് അവിടുത്തെ മൗലിദ് ഓതി എന്നും അവിടുത്തെ ഓർത്ത് സ്വലാത്ത് ചൊല്ലുന്ന മുഹിബ്ബീങ്ങൾ, അങ്ങനെയുള്ള സഹോദരന്മാരും സഹോദരിമാരും ഒരുമിച്ച് കൂടുന്ന സദസ്സാണ്. അപ്പോ അതിന്റെ പുറമെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അങ്ങേയറ്റം മഹബത്ത് വെച്ച, മുത്തുനബിയുടെ ജീവിതം തന്റെ ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റിയ അനക്കവും അടക്കവുമെല്ലാം മുത്തുനബിയുടെ അനക്കവും അടക്കവുമാക്കി മാറ്റിയ മഹാന്മാരായ ഔലിയ അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹു, സുൽത്താനുൽ ഹിന്ദ് അജ്മീരി റളിയല്ലാഹു അൻഹു, സിയം വലിയുല്ലാഹി ഖുത്ബുൽ ആലമിൽ മദബൂരി റളിയല്ലാഹു അൻഹു തുടങ്ങുന്ന മഹാന്മാർ, അവരുടെ മൗലിദുകളും നാം ഓതുന്നവരാണ്. അവരുടെ മഹത്വം നാം പറയുന്നവരാണ്, കേൾക്കുന്നവരാണ്, അതിൽ ആനന്ദം കൊള്ളുന്നവരാണ്. അവരുടെ പേരിൽ എല്ലാ ദിവസവും നാം ഫാത്തിഹ ഓതുന്നവരാണ്. അങ്ങനെയാവുമ്പോൾ അവരുടെ മുഹിബ്ബീങ്ങൾ നല്ലൊരു സദസ്സിൽ ഒരുമിച്ച് കൂടുമ്പോൾ ആ അർവാഹ് മുഖദ്ദസത്ത് ആ മുഹിബ്ബീങ്ങളുടെ കൂടെ ഉണ്ടാവും. അല്ലാഹു നമുക്കതിനൊക്കെ ഭാഗ്യം തരട്ടെ. മുഅ്മിനീങ്ങളെ, മുഹിബ്ബീങ്ങളെ, മൗലിദുൽ ഹുസ്നൈനിയുടെ 22ാമത്തെ ഹിസ്ബാണ് ഇന്ന് നാം പാരായണം ചെയ്തത്. ഇന്ന് ദുൽഹിജ്ജ 22ാം രാവാണ്. മൗലിദുൽ ഹുസ്നൈനിയുടെ തുടക്കത്തിൽ നിങ്ങൾ കണ്ടില്ലേ? മൗലിദുൽ ഹുസ്നൈനിയുടെ ആദ്യത്തെ ഹദീസ്, അള്ളാഹുവിനെ മദ്ഹ് ചെയ്ത് ആ ഹദീസ്, 1ാമത്തെ ഹദീസ് തുടങ്ങി ബെയ്ത്ത് തുടങ്ങുമ്പോൾ സലാം ബെയ്ത്താണ് ആദ്യം. ആ സലാം ബെയ്ത്തിന്റെ തുടക്കത്തിൽ നിങ്ങൾ കണ്ടില്ലേ 4 വരി, അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്, അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്, അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്, ഖുദ് ബിഐദീനാ ജമീഅൻ യാ ശഫീഅൽ മുദ്നിബീൻ എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ മുത്തുനബിന്റെ മൗലിദ് ഓതുന്നത്. എന്താ അതിന്റെ അർത്ഥം? സഹോദരിമാരൊക്കെ, പല സഹോദരിമാരും മൗലിദ് ഓതുന്നവര് ഇപ്പൊ ചോദിക്കൽ തുടങ്ങിയിട്ടുണ്ട്. മൗലിദുൽ ഹുസ്നൈനിന്റെ തുടക്കത്തിലുള്ള ഈ 4 വരിന്റെ അർത്ഥം എന്താണ്?
നല്ല മനുഷ്യന്മാർക്ക് അങ്ങനെയാണ്. ദിക്റിന്റെയും ദുആന്റെയും സ്വലാത്തിന്റെ ഒക്കെ അർത്ഥം കിട്ടാൻ ആഗ്രഹം ഉണ്ടാവും. അപ്പൊ ആ 4 വരിന്റെ അർത്ഥം എന്താ? അത് നമ്മള് മൗലിദ് ഓതുമ്പോ നമ്മുടെ മുന്നിൽ മുത്തുനബി ഉണ്ട് എന്നുള്ള ചിന്തയിലായിരിക്കണം നമ്മൾ മൗലിദ് ഓതേണ്ടത്. അപ്പൊ മുത്തുനബിയെ നമ്മൾ മുന്നിൽ കണ്ടിട്ട് മുത്തുനബിയോട് നമ്മൾ പറയാ അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. സ്വലാത്തുൽ ഹുദൂർ എന്ന് പറഞ്ഞൊരു സ്വലാത്ത് ഉണ്ട്. ഇതൊക്കെ അറിയോ? ആ സ്വലാത്ത്, സ്വലാത്തുൽ ഹുദൂർ ഏതാ? അതിവിടെ നെഞ്ചത്ത് കൈ വെച്ച് ചൊല്ലുന്നൊരു സ്വലാത്താണ്. കൈ വെക്കാതെയും ചൊല്ല. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ് ഖുദ് ബിയദി ഖല്ലത്തി ഹീലതി അദ്രിക്നി. സ്വലാത്തുൽ ഹുദൂറ മുത്തുനബിയുടെ സാന്നിധ്യത്തിൽ വെച്ച് ചൊല്ലുന്ന സ്വലാത്ത് എന്ന അതിന്റെ പേരെന്നെ. അപ്പൊ മുത്തുനബിയെ മുന്നിൽ കണ്ടുകൊണ്ട് മഹാന്മാരായ ഔലിയാ സ്വാലിഹീങ്ങളൊക്കെ നമ്മളെ പഠിപ്പിച്ചു. സ്വലാത്ത് ചൊല്ലുമ്പോഴെല്ലാം മൗലിദ് ഓതുമ്പോഴെല്ലാം നീ മുത്തുനബിയെ മുന്നിൽ കാണണം. നിന്നെ മുത്തുനബി ശ്രവിക്കുന്നുണ്ട്. വേറെല്ലാ പരിസരങ്ങളൊക്കെ നീ മറന്നു പോവണം. അപ്പൊ അതാണ് നമ്മൾ പറയുന്നത് അസ്സലാത്തു വസ്സലാം അലൈക യാ റസൂലല്ലാഹ്. അല്ലാഹുവിന്റെ തിരുദൂതരെ, അല്ലാഹുവിന്റെ പ്രകീർത്തനവും അല്ലാഹുവിന്റെ രക്ഷയും അങ്ങക്ക് എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. എന്റെ മദ്ഹല്ല, എന്റെ മദ്ഹ് എവിടെ എത്തൂല. അല്ലാഹുവിന്റെ മദ്ഹ്, അല്ലാഹുവിന്റെ പ്രകീർത്തനവും. ഞാൻ ഇപ്പൊ നിങ്ങളെ മദ്ഹ് ചെയ്യാൻ പോവുകയാണ്. ഞാൻ മദ്ഹ് ചെയ്യാൻ കാരണം എന്താ? ഞാൻ മദ്ഹ് ചെയ്യാൻ കാരണം അല്ലാഹു പറഞ്ഞു, അല്ലാഹുക്ക് എപ്പോഴുള്ള പണി അതാണ്. ഇന്നല്ലാഹു മലായികത്തു യുസല്ലൂന അലൻ നബി. അല്ലാഹു മലായികത്തു എപ്പോഴും റസൂലുള്ളാഹിന്റെ മദ്ഹ് നിർവഹിക്കുന്നുണ്ട്. അതിന്റെ അർത്ഥം എപ്പോഴും നല്ലേന്ന് ഖുർആൻ വ്യാഖ്യാതാക്കൾ പറഞ്ഞിട്ടില്ലേ? നോക്ക്, യുസല്ലൂന ഭാവിയിൽ ചൊല്ലുമെന്നല്ല, യുസല്ലൂന സൊല്ലൂന്നല്ല, പണ്ട് ചൊല്ലി വെച്ചു എന്നല്ല, എപ്പോഴും ചൊല്ലുന്നാണ്. സദാ അല്ലാഹുവും മലായികത്തും ചൊല്ലിക്കൊണ്ടിരിക്കുന്നു. ആ മലായികത്ത് ആരാ? ഭൂമിയിലുള്ള മലായികത്ത്? ഭൂമി മുതൽ 7ാം ആകാശം വരെയുള്ള മലായികത്താണോ? അവര് ഭൂമിയുമായി കണക്ഷൻ ഉള്ള മലായികത്ത. സുഫുലിയങ്ങൾ എന്ന് പറയും. അവരുമല്ല, ഇവരെല്ലാരും പെട്ടുകണ. അതിന്റെ പുറമെ ആലീകളായ മലായികത്ത്. അം കുന്തമിനിൽ ആലി എന്ന് പറഞ്ഞില്ലേ? 7ാം ആകാശത്തിന് മുകളിലുള്ള മലായികത്ത്. അവർക്ക് അള്ളാഹുവായിട്ടുള്ള ടച്ചേ അറിയൂ. അധിക സമയത്ത് അവർ അള്ളാഹുവിന്റെ ചിന്തയിൽ മുഴുകിയിരിക്കുകയാണ്. ലോകത്ത് നടക്കണമെന്നും അവരറിയൂല. അങ്ങനെ ഒരു വിഭാഗം മലായികത്ത്. അപ്പൊ ഇങ്ങനെ മലായികത്ത് പല മലായികത്തുണ്ട്. ഈ എല്ലാ മലായികത്തും റസൂലുള്ളാഹിന്റെ മദ്ഹ്, റസൂലുള്ളാഹിന്റെ മദ്ഹ് ഖൽബോണ്ടും ചെയ്യാൻ പറ്റും, ചുണ്ടോണ്ടും ചെയ്യാൻ പറ്റും, ചിന്ത കൊണ്ടും ചെയ്യാൻ പറ്റും. റസൂലുള്ളാഹിന്റെ മദ്ഹ്. അപ്പൊ റസൂലുള്ളാഹിന്റെ മദ്ഹ് അള്ളാഹു നിർവഹിക്കുന്ന മദ്ഹ് ശ്രവിക്കുന്നതിൽ, ആ മദ്ഹ് ഉൾക്കൊള്ളുന്നതിൽ ഒരൊറ്റ മലക്കും ഒഴിവില്ല. അതും എപ്പോഴും അല്ലാഹു തആല മദ്ഹ് നിർവഹിക്കുന്നുണ്ട്. അത്രയും പുണ്യമുള്ള ഒരു അമലാണ് റസൂലുള്ളാഹിന്റെ മദ്ഹ് എന്ന് പറയുന്നത്. അതാണ് മറ്റേ ചങ്ങായി ആര്? ഇബ്ലീസുൽ ലഈൻ മൗലിദിൽ നിന്ന് ജനങ്ങളെ അകറ്റിക്കൊണ്ടുപോകുന്നത്. അവന് ഖുർആൻ എന്ന് പറയും. നമ്മൾ മൗലിദ് ഓതുന്ന സമയത്ത് ഖുർആൻ എന്ന് പറയും. ഖുർആൻ ഓതുന്ന സമയത്തോ വേറൊന്ന് പറയും. ഖുർആനില് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ഖുർആനൊക്കെ പ്രവേശിച്ചാൽ അപ്പോ മനസ്സ് നിസ്കാരത്തെ പ്രവേശിച്ചമാര് വേറെ എവിടെയെങ്കിലും കൊണ്ടുപോയിടും. അപ്പൊ പിന്നെ ഖുർആന് ശപിക്കും, ഓതുന്ന വ്യക്തിയെ ശപിക്കും. അല്ലാഹു നമ്മളെ കാക്കട്ടെ. ഖുർആൻ എല്ലാ ദിവസവും ഓതണം. അത് മര്യാദപൂർവ്വം ഓതണം. അവിടെ ഇവിടെ ചിന്താൻ പാടില്ല. ഖുർആനിലെ ചിന്തല്ലാതെ ഖുർആൻ ഓതി വേറെന്തോ ആലോചിച്ചോണ്ട് ഖുർആൻ ഓതി. അങ്ങനെ ഖുർആൻ ഓതിയാല് കൽബ് കടുത്തു പോവും, കടുത്ത ഹൃദയമായി പോവും. അപ്പോ മര്യാദ വേണം ഖുർആൻ ഓതുമ്പോൾ. ഖുർആൻ ഓതുമ്പോൾ നല്ല മര്യാദ വേണം. നിസ്കരിക്കുമ്പോഴും നല്ല മര്യാദ വേണം. സുന്നത്ത് നിസ്കരിക്കാൻ തീരുമാനിച്ചു അങ്ങനെ നിന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ മാലികി യൗമിദ്ദീൻ. എവിടോ ഏതോ ലോകത്താണ്. അവനോട് ആരും പറഞ്ഞിട്ടില്ല, അള്ളാഹു പറഞ്ഞിട്ടില്ല ജോലി സുന്നത്ത് നിസ്കരിക്കുക. ഏത് സുന്നത്ത്? പ്രത്യേക ടൈമും പ്രത്യേക കാരണമൊന്നുമില്ലാത്ത സുന്നത്ത് നിസ്കാരം പ്രത്യേകം നിസ്കരിക്കാൻ ആരോ അവനോട് ഇപ്പൊ പറഞ്ഞ്
അവന്റെ ഇഷ്ടപ്രകാരം നിസ്കാരത്തേക്ക് നിന്ന് കഴിഞ്ഞാൽ മര്യാദപൂർവ്വം അള്ളാഹിന്റെ മുന്നിൽ നിൽക്കണ്ടേ? അപ്പൊ ആ നിസ്കാരത്തെക്കാൾ നല്ലത് എന്താ? അള്ളാഹിനെ പരിഹസിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ നിസ്കാരം കൊണ്ട് അവന്റെ ഖൽബ് കടുത്തു പോകും. അതിനേക്കാൾ നല്ലത് സ്വലാത്ത് തന്നെയാണ്. അപ്പോ അല്ലാഹുവും മലായികത്തും മുത്തുനബിയെ സദാ മദ്ഹ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ നിങ്ങളും റസൂലുള്ളാഹിനെ മദ്ഹ്, അല്ലാഹുവിന്റെ നബിയെ മദ്ഹ് ചെയ്യണമെന്ന് അല്ലാഹു വിശുദ്ധ ഖുർആനിൽ പറഞ്ഞതല്ലേ. അതുകൊണ്ടാണ് നമ്മൾ ആ അമൽ നിർവഹിക്കുന്നത്. അല്ലാഹുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അമല അതേ നമ്മളത് നിർവഹിക്കുന്നത്. അപ്പോ നമ്മൾ മൗലിദ് ഓതുമ്പോ പറയണത് അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. എന്റെ മദ്ഹ് അല്ല, അല്ലാഹുവിന്റെ മദ്ഹും അല്ലാഹുവിന്റെ രക്ഷയും നബിയെ അങ്ങക്ക് എപ്പോഴും ഉണ്ടാവട്ടെ. സദാ അല്ലാഹുവിന്റെ മദ്ഹ് നിലനിൽക്കട്ടെ. എജിട്ടെ എന്ന് പറഞ്ഞില്ലെങ്കിലും അല്ലാഹു എപ്പോഴും നിലനിർത്തുന്നുണ്ട്. പിന്നെ ഈ നിലനിർത്തട്ടെ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? നിനക്ക് മുത്തുനബിയോടുമുള്ള ഒരു പ്രതിബദ്ധത. അതാണ് നിനക്ക് മുത്തുനബിയുമായുള്ള ഒരു കണക്ഷൻ. മുത്തുനബിയുമായുള്ള നിന്റെ സ്നേഹബന്ധത്തിന്റെ ഭാഗമാണ് നീ ആ നിലനിർത്തട്ടെ എന്ന് പറയുന്നത്. നിന്റെ ഉപ്പയല്ലേ? നമ്മുടെ ഉപ്പയാണ്. എന്റെ ഉപ്പയുടെ, എന്റെ വല്യുപ്പയുടെ മദ്ഹ് അല്ലാഹു തആല എപ്പോഴും നിലനിർത്തട്ടെ എന്ന് പറഞ്ഞാൽ എനിക്കതിൽ വലിയ സന്തോഷമുണ്ട്, അഭിമാനമുണ്ട് എന്നാ അതിന്റെ അർത്ഥം. വസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്, അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്. യാ ഹബീബല്ലാഹ് എന്ന് പറഞ്ഞാലോ അല്ലാഹുവിന്റെ പ്രിയങ്കരരായ നബിയെ, പ്രിയപ്രവാചകരായ നബിയെ, അങ്ങക്ക് അല്ലാഹുവിന്റെ മദ്ഹ്, പ്രകീർത്തനം, അല്ലാഹു മൗലൂദ് ഓതുക എന്ന സംഭവം എപ്പോഴും ഉണ്ടാവട്ടെ. പിന്നെ മൂന്നാമതാ വരിയിലും പറയുന്നത് അതന്നെ, സ്വലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. നമ്മൾ 3 പ്രാവശ്യം സ്വലാത്ത് ചൊല്ലി, സ്വലാത്തുൽ ഹുദൂർ. എന്നിട്ട് അല്ലാഹുവിന്റെ ഹബീബിനോട് പറയുന്നത് ഖുദ് ബി ഐദീനാ, ഖുദ് ബി ഐദീനാ, നബിയെ ഞങ്ങളെ കൈപിടിക്കണേ. എന്താ കൈപിടിക്കണേ എന്നതിന്റെ അർത്ഥം? അതിന് പല അർത്ഥമുണ്ട്. കൈപിടിക്കണേ എന്ന് പറഞ്ഞു ഞങ്ങളൊക്കെ അങ്ങയുടെ ഉമ്മത്തിൽപ്പെടുത്തണേ എന്നതിന്റെ ഒരർത്ഥം. ഖുദ് ബി ഐദീനാ, ഞങ്ങളെ കൈവിടല്ല നബിയെ, ഞങ്ങളെ അങ്ങയുടെ ഉമ്മത്തിൽപ്പെടുത്തണേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിൽപ്പെടുക എന്ന് പറഞ്ഞത് വലിയ ഒരു ഭാഗ്യമാണ്. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം റസൂലുള്ളാഹിനെ ഭൂമിയിൽ വെച്ച് ആദ്യം കണ്ടപ്പോ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം മോഹിച്ചത് ഞാൻ ഈ റസൂലിന്റെ ഉമ്മത്തിൽ പെടണമെന്നാണ്. അങ്ങനെ റസൂലുള്ളാഹി, ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം റസൂലുള്ളാഹിനെ കൂട്ടിപ്പിടിച്ചുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ, നബി തങ്ങളെ കൊണ്ട് ഇടതേടി ജിബ്രീൽ അലൈഹിസ്സലാം റസൂലിനെ കൂട്ടിപ്പിടിച്ചു. നമ്മളല്ലേ മഖാമൊക്കെ ചെല്ലുമ്പോ ആ മഖാമിട്ട മുണ്ട് ഇങ്ങനെ ചുംബിക്കുമല്ലോ, എന്നതുപോലെ എന്തിനാ ചുംബിക്കണത്? എന്തോ നമുക്ക് ലക്ഷ്യമുണ്ട്, ബർക്കത്ത് കിട്ടാനും അവരെ പൊരുത്തം കിട്ടാനും ഒക്കെ. എന്നതുപോലെ റസൂലുള്ളാഹിനെ കൂട്ടിപ്പിടിച്ചു ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വലിയ ബഹുമാനപൂർവം. എന്താ അതിന്റെ ഉദ്ദേശം? ആരിഫീങ്ങൾ പറയുന്നു അതിന്റെ ഉദ്ദേശം. അബ്ദുൽ അസീസ് ദബ്ബാഗ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഞാൻ റസൂലുള്ളാഹിന്റെ ഉമ്മത്തിൽ നിന്ന് ക്യാൻസലായി പോകുമോ എന്നുള്ള പേടി കൊണ്ട് ഒരിക്കലും ക്യാൻസലായി പോവാതിരിക്കാൻ റസൂലുള്ളാഹിനെ കൊണ്ട് ഇടതേടിയതാണത്. 3 വട്ടം കൂട്ടിപ്പിടിച്ചതിന് 3 ലക്ഷ്യമുണ്ട് ജിബ്രീൽ അലൈഹിസ്സലാമിന്. ഒരു ലക്ഷ്യം അതായിരുന്നു, ഞാൻ ഈ ഉമ്മത്ത് പെടണം. അപ്പൊ ഖുദ് ബി ഐദീനാ, നബിയെ അങ്ങ് ഞങ്ങളെ കൈപ്പിടിക്കണേ, ഞങ്ങളെല്ലാം അങ്ങയുടെ ഉമ്മത്തിൽ പെടുത്തണേ. ഈ ഞങ്ങൾ എന്ന് പറഞ്ഞ ആരാ? ഖുദ് ബി ഐദീനാ, ഞങ്ങളെ കൈപ്പിടിക്കണേ. ഞങ്ങളാരാ? ഞങ്ങൾ എന്ന് പറഞ്ഞാല് ഞാനും എന്റെ ഭാര്യയും മക്കളും മാത്രാവണ്ട. പിന്നെ ആരാ? ഉമ്മയും ഉപ്പിയും പോരാ, മരക്കളും പോരാ, അയൽവാസികളും അതും പോരാ, നാട്ടുകാരും പോരാ, എന്നാ ഇന്ത്യക്കാര് മൊത്തം അതും പോരാ, ഫലസ്തീനികളടക്കം ലോകത്തുള്ള എല്ലാ നല്ല മനുഷ്യന്മാരും അതിൽ പെടട്ടെ. ഖുദ് ബി ഐദീനാ, നബിയെ ഞങ്ങൾ നല്ല മനുഷ്യന്മാരൊക്കെ അങ്ങയുടെ ഉമ്മത്തിൽ പെടുത്തണേ.
നിസ്കാരത്തിന്റെ ശേഷം നമ്മൾ നാ എന്ന് പറയണില്ലേ? റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. അവിടെയും പെടട്ടെ ഫലസ്തീനികൾ. റബ്ബേ, ഈ ദുനിയാവിൽ ഞങ്ങൾക്ക് ശാന്തി തരണേ, നന്മ തരണേ. ഞങ്ങൾ എന്ന് പറഞ്ഞ ഫലസ്തീനികൾ അടക്കമുള്ള ഞങ്ങൾക്ക് ശാന്തി തരണേ. നിങ്ങൾ ഫലസ്തീനും അമേരിക്ക ഇന്ത്യ എല്ലാം പാടെ കൂടിയാലും അള്ളാഹുവിന് ഈ ലോകം മൊത്തം അള്ളാന്റെ, ഈ പ്രപഞ്ചം ഫുൾ അള്ളാഹുവിൻ്റെതാണ്. അള്ളാഹു ഈ പ്രപഞ്ചത്തെ റബ്ബുൽ ആലമീൻ, ഈ പ്രപഞ്ചം മൊത്തം അള്ളാഹു താലയാണ് നിയന്ത്രിക്കുന്നത്. അള്ളാഹുവാണ് ഈ പ്രപഞ്ചത്തെ മൊത്തം പോറ്റുന്നത്. ഏതെല്ലാം കുത്തുബും ഗൗസും റസൂലും നബിയൊക്കെ ഉണ്ട്, ഓലൊക്കെ പോറ്റുന്നത് അള്ളാഹുവാണ്, റബ്ബുൽ ആലമീൻ. അപ്പൊ പിന്നെ റബ്ബുൽ ആലമീനായ അള്ളാഹുവിന് ഞങ്ങൾക്ക് ദുനിയാവിന് നീ നന്മ ശാന്തി തരണേ, ആഖിറത്തിലും നന്മയും ശാന്തി തരണേ എന്ന് ദുആ ചെയ്യുമ്പോൾ അതിൽ ഫലസ്തീനികളെ പെടുത്തുന്നതുകൊണ്ട് അള്ളാഹുവിന് അത് വലിയൊരു ചോദ്യമായി പോകുന്നില്ല. അങ്ങനെയാണ് എപ്പോഴും ചോദിക്കേണ്ടത്. ഞങ്ങൾ എന്ന് പറഞ്ഞ ചോദ്യം, ആ ചോദ്യത്തിൽ എല്ലാവരും പെടുത്തണം. സങ്കുചിത മനസ്സാവരുത്. ഖുദ് ബിഐദീനാ നബിയെ, ഞങ്ങളൊക്കെ കൈപിടിക്കണേ. അള്ളാഹുവിന്റെ ഏതോ സ്വാലിഹ്യങ്ങൾ, ഏതോ ഔലിയായി എവിടെയോ വെച്ച് ദുആ ചെയ്യുന്നത് കൊണ്ടാണ് നമ്മൾ പല ആപത്തൊന്നും നമ്മളൊക്കെ കഴിച്ചിലാണ്. നമ്മൾ ഈ വഫലാമാര്, ഈ അശ്രദ്ധവാന്മാര്, അള്ളാഹുവിനെയും റസൂലിനെയും പറ്റി ചിന്തയില്ലാത്ത നമ്മള് പല അപാകതകളും അബദ്ധങ്ങളും സംഭവിക്കുന്ന നമ്മള് അല്ലാഹു തആല നമ്മളെ ഉന്മൂലനം ചെയ്യാതെ, ഭൂകമ്പമുണ്ടാക്കാതെ നമ്മള് കഴിച്ചിലാകുന്ന എന്തുകൊണ്ടാ? അല്ലാഹുവിന്റെ ഔലിയാക്കന്മാര് ഉറക്കില്ലാതെ എവിടെയോ വെച്ച് അവര് ദുആ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പഠിച്ചോനെ, എല്ലായിടത്തും ഞങ്ങൾക്കൊക്കെ ശാന്തി തരണേ, മുസ്ലിം എന്ന് പേരുള്ളവർക്കൊക്കെ ശാന്തി തരണേ, ഞങ്ങൾ ദുആ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. എന്നാ പിന്നെ ഫലസ്തീനികൾക്ക് എന്താ ആ ദുആ കിട്ടാത്തത്? അള്ളാഹു ഹക്കീമാണ്, തന്ത്രജ്ഞനാണ്, അള്ളാഹുവിന് യുക്തിയുണ്ട്. അള്ളാഹുവിന്റെ യുക്തിക്കനുസരിച്ച് അള്ളാഹു എന്തും ചെയ്യൂ. അള്ളാഹിന്റെ യുക്തിന്റെ മുന്നിൽ അള്ളാഹു ഒരു ലക്ഷ്യം വെച്ചിട്ടുണ്ട്. ആ ലക്ഷ്യം നടപ്പാക്കാൻ വേണ്ടി അള്ളാഹു ചിലപ്പോൾ എന്തും അവഗണിക്കും. അള്ളാഹു ഏറ്റവും പരിഗണിക്കുന്ന വ്യക്തി ആരാ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ പരിഗണിക്കുന്ന റസൂലുള്ളാഹിനെ വരെ അള്ളാഹു തആല വേദനിപ്പിച്ചിട്ടുണ്ട്. എന്തുകൊണ്ട്? അള്ളാഹ്ക്ക് വലിയൊരു യുക്തി അവിടെ ഉണ്ട്. ആദ്യം വഹയി വന്നില്ലേ, ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിലൂടെ ആദ്യം വഹയി കിട്ടി. പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ധാരാളം ദിവസം, ഒരു മാസത്തിലധികം ദിവസം വഹയി വരാതെ, വഹയി നിലച്ചുപോയി, തീരെ വഹയി വരാതായി. റസൂലുള്ളാഹിക്ക് വലിയ ബേജാറായി, റസൂലുള്ളാഹിക്ക് വലിയ വിഷമായി. ഭാര്യ മക്കളും എല്ലാവരും മരിച്ചാലും ഇല്ലാത്ത വിഷമം റസൂലുള്ളാഹിക്ക് വന്നു. റസൂലുള്ളാഹിക്ക് ഒരു സ്ഥലത്ത് ഇരുന്നിട്ട് ആ ഇരുത്തം അവിടെ സ്ഥിരമാകുന്നില്ല. ഇരിക്കുന്ന സ്ഥലത്തിൽ നിന്ന് റസൂലുള്ളാഹി എഴുന്നേൽക്കുന്നു, എഴുന്നേറ്റ സ്ഥലത്ത് നിന്ന് റസൂലുള്ളാഹി നടക്കുന്നു, നടക്കുന്ന സ്ഥലത്ത് നിന്ന് റസൂലുള്ളാഹിക്ക് തോന്നുന്നു ആ കാണുന്ന പർവ്വതത്തിൽ കയറണമെന്ന്. ആ പർവ്വതത്തിൽ കയറുന്നു. പർവ്വതത്തിൽ കയറിയ റസൂലുള്ളാഹിക്ക് തോന്നുന്നു ഞാൻ ഈ പർവ്വതത്തിൽ നിന്ന് താഴോട്ട് ചാടിയാലോ. ആത്മഹത്യല്ല കേട്ടോ, ആത്മഹത്യയല്ല, ആത്മഹത്യാശ്രമമല്ല, മറിച്ച് സൈക്കോളജി പറയുന്ന സ്റ്റാറ്റസ് ചേഞ്ചിങ്. ബോഡിയുടെ അല്ലെങ്കിൽ നിന്റെ സ്റ്റാറ്റസ് ചേഞ്ച് ചെയ്താൽ, പ്രശ്നങ്ങൾ വരുമ്പോ, മനസ്സിന് ചില പ്രശ്നങ്ങൾ വരുമ്പോ ആ പ്രശ്നത്തിന് ചെറിയൊരു പരിഹാരമായി പ്രകൃതി ചെയ്യുന്നൊരു സംഭവമാണ് സ്റ്റാറ്റസ് ചേഞ്ച് ചെയ്യുക. കിടക്കുന്ന വ്യക്തി വിഷമമുള്ള വാർത്ത കിട്ടിയാൽ എണീറ്റിരിക്കുന്നു, എന്നിട്ടും വിഷമം പോകുന്നില്ലെങ്കിൽ നിൽക്കുന്നു. ഒരുപക്ഷെ നിൽക്കുന്ന വ്യക്തിക്ക് ആ വാർത്ത കിട്ടിയാൽ പെടുന്നനയിരിക്കുന്നു, എന്നിട്ടും പോകുന്നില്ലെങ്കിൽ കിടക്കുന്നു. അപ്പോ സ്റ്റാറ്റസ് ചേഞ്ചിങ് എന്നാ അതിന് പറയുക. അത് സൈക്കോളജിയിൽ പറയുന്നൊരു വിഷയമാണ്. അള്ളാഹുവിന്റെ ഹബീബ് ആ ഹിറാ പർവ്വതത്തിന്റെ മുകളിലേക്ക് കയറി അങ്ങോട്ട് പെട്ടെന്ന് എത്തിയതല്ല, പല ഭാഗത്തിലൂടെയും കറങ്ങി വിഷമം കൊണ്ട് അവസാനം ഹിറയുടെ മുകളിലേക്ക് എത്തി. അള്ളാഹുവിന്റെ ഹബീബ് ഹിറയുടെ മുകളിൽ നിന്ന്
തായോട്ട് ചാടാൻ ഒരുങ്ങുന്നു. റസൂലുള്ളാഹിക്ക് 100% ഉറപ്പുണ്ട്, തായോട്ട് ചാടിയാൽ ഒന്നും സംഭവിക്കില്ല. എന്തുകൊണ്ട്? അതിനൊക്കെയുള്ള ശക്തി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കുണ്ട്. ഔലിയാക്കന്മാർക്ക് എന്നാ ശക്തിയുണ്ട്. താഴോട്ട് ചാടി ഒന്നും സംഭവിക്കില്ല. പിന്നെ എന്തിനാ ചാടുന്ന ചേഞ്ചിങ് ആണ്. മുകളിലുള്ള വ്യക്തി ചേഞ്ച് വരുത്തല് ചാടിയിട്ടാണ്. പക്ഷേ അവിടെ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പ്രത്യക്ഷപ്പെട്ടു. നബിയെ, അങ്ങ് അരുത്, അങ്ങനെ ചെയ്യേണ്ടതില്ല. അങ്ങ് ഈ പൊറുതികേട് കാണിക്കുന്നതിൽ നമുക്ക് വിഷമമുണ്ട്. അതുകൊണ്ട് അങ്ങ് ഇനി ചെയ്യേണ്ടതില്ല, ഒന്നും ചെയ്യേണ്ടതില്ല. വഹയി വീണ്ടും വരുന്നു. മറ്റൊരു സംഭവം നിങ്ങൾ ആലോചിച്ച് നോക്കൂ. മറ്റൊരു സംഭവം, അള്ളാഹുവിനെ പറ്റി പഠിക്കണം, അള്ളാഹുവിന്റെ ഹിക്മത്തിനെ പറ്റി പഠിക്കണം. ഖുറൈശികളെ ഇടയിൽ അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തെറ്റിദ്ധരിക്കപ്പെട്ട വ്യാജ പ്രവാചകനായി കുപ്രചരണം നടക്കുന്ന സന്ദർഭം, ജൂതന്മാര് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കഠിന ശത്രുക്കളാണ്. അവര് വേദം നൽകപ്പെട്ട വ്യക്തികളാണ്. ഖുറൈശികളെ സംബന്ധിച്ചിടത്തോളം അവര് അറിവുള്ള ആളുകളാണ് ജൂതന്മാർ. പക്ഷേ അവര് റസൂലുള്ളാഹിനോട് വന്നുകൊണ്ട് ചോദിച്ചു, പരീക്ഷിക്കാൻ, ഞങ്ങൾക്ക് റൂഹിനെ പറ്റി പറഞ്ഞു തരൂ, ഞങ്ങൾക്ക് അസ്ഹാബുൽ കഹ്ഫ്, അൽ കഹ്ഫിന്റെ ആളുകളെ സംബന്ധിച്ച് പറഞ്ഞു തരൂ എന്ന് റസൂലുള്ളാഹിനോട് പറഞ്ഞു. റസൂലുള്ളാഹി പറഞ്ഞു, ഞാൻ പറഞ്ഞുതരാം, നാളെ പറഞ്ഞുതരാം. അസ്ഹാബുൽ കഹ്ഫിനെ പറ്റി നാളെ പറഞ്ഞുതരാന്ന്. നോക്കണം, നിങ്ങൾ ആ രംഗം നോക്കണം. ചോദിച്ചത് വലിയ ശത്രുക്കളാണ് ജൂതന്മാർ. മക്കയിലുള്ളതോ എപ്പോഴും പരിഹസിക്കുന്ന വിഭാഗമാണ്. അങ്ങനെ റസൂലുള്ളാഹിയുടെ അടുത്തേക്ക് ജിബ്രീൽ അലൈഹിസ്സലാം നാളെ വന്നില്ല, മറ്റന്നാളെയും വന്നില്ല. 10 ദിവസം കഴിഞ്ഞു. ഒരു റിപ്പോർട്ടിൽ കാണാം 15 ദിവസം കഴിഞ്ഞു, മറ്റൊരു റിപ്പോർട്ടിൽ 40 ദിവസം കഴിഞ്ഞു. ഏതായാലും കുറെ നാളുകൾ പിന്നിട്ടു. ജിബ്രീൽ അലൈഹിസ്സലാമിനെ കാണാനില്ല. ജിബ്രീൽ വഹയുമായി വരുന്നില്ല. അപ്പോ ചോദിക്കാൻ തുടങ്ങി ഖുറൈശികള്, തന്റെ ശൈത്താനൊക്കെ പോയോ? ഇടയ്ക്കൊക്കെ ശൈത്താൻ കൂടി പറയുന്നുണ്ടല്ലോ ഓരോന്ന്. അയിന ദഹബ ശൈത്താനുക, ആ തറക്കൊക്കെ ശൈത്താനുക, നിന്റെ ശൈത്താന് നിന്നെ ഒഴിവാക്കി പോയോ? ചിലര് അങ്ങനെ പറഞ്ഞു. ചിലര് പറഞ്ഞു, ഇന്ന മുഹമ്മദൻ ഹജറഹു ഇലാഹു, മുഹമ്മദിന്റെ ദൈവം മുഹമ്മദിനോട് തെറ്റിക്കളഞ്ഞ്, മുഹമ്മദിനെ ഒഴിവാക്കി, മുഹമ്മദിനോട് തെറ്റി. ഇങ്ങനെ പലതും പറഞ്ഞ് റസൂലുള്ളാഹിനെ വേദനിപ്പിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വ്യാജ പ്രവാചകനാണ് എന്നുള്ള തോന്നല് പലർക്കും ഉറക്കാൻ പോവുകയാണ്. അങ്ങനെ ദിവസങ്ങൾ പിന്നീട് റസൂലുള്ളാഹിക്ക് വലിയ വിഷമമില്ല, വലിയ വിഷമമുണ്ട്. എന്തുകൊണ്ട്? ഇത് ദീനിന് കോട്ടം സംഭവിക്കുമോ എന്നുള്ള പേടിയാണ്. അങ്ങനെ ദിവസങ്ങൾ പിന്നിട്ടപ്പോഴാണ് മറിയം സൂറത്തിന്റെ അവസാന ഭാഗത്തുള്ള ആയത്തുമായി ജിബ്രീൽ അലൈഹിസ്സലാം വരുന്നു. ജിബ്രീൽ അലൈഹിസ്സലാമിനെ കണ്ടപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞു, ജിബ്രീൽ എവിടെയായിരുന്നു? കുറെ ആയാലോ കണ്ടിട്ട്. പറഞ്ഞു പോകുമല്ലോ. എന്നായി വന്നിട്ട് എത്ര ദിവസമായി? അബ്തുഅ ജിബ്രീൽ, നീ നമ്മളെ സന്ദർശിക്കാറുണ്ട്. ഈ സന്ദർശിക്കുന്ന ടൈം കുറച്ച് കൂടുതൽ സന്ദർശിക്കുന്നതിന് നിനക്കെന്ത് തടസ്സമുണ്ട്? റസൂലുള്ളാഹിക്ക് അറിയാത്തോണ്ടല്ല കേട്ടോ. അപ്പൊ ഒന്ന് റസൂലുള്ളാഹിക്ക് അറിയൂലെന്ന് വിചാരിക്കണ്ട. കൂടെ ഇരിക്കുന്ന ശിഷ്യന്മാർ ഇപ്പൊ വിശ്വസിച്ചിട്ടേ ഉള്ളൂ. റസൂലുള്ളാഹിന്റെ സദസ്സിലിരിക്കുന്ന സ്വഹാബത്ത് അവര് ഈമാൻ ഉറച്ചവരല്ല, കൂടുതൽ റസൂലുള്ളാഹിനെ പറ്റി മനസ്സിലാക്കിയവരല്ല, ബഹുദൈവത്വമായി ചുറ്റിക്കറങ്ങിയ ആളുകളാണ് അവർക്ക് കൂടുതൽ അറിയില്ല. അപ്പൊ റസൂലുള്ളാഹി ചോദ്യം ചോദിക്കുമ്പോ ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ മറുപടി വരണം. അപ്പൊ ഇവരും മനസ്സിലാക്കണം, പല ആളുകളെയും റസൂലുള്ളാഹി പരിഗണിക്കേണ്ടതുണ്ട്. മുന്നിലിരിക്കുന്ന റസൂലുള്ളാഹിനെ കൊണ്ട് ഇപ്പൊ അടുത്ത് വിശ്വസിച്ച ശിഷ്യന്മാര്, പിന്നെ ജൂതന്മാര്, അപ്പുറത്തുള്ള ജൂതന്മാര്, പിന്നെ കഠിന ശത്രുക്കളായ ഖുറൈശികൾ, ഇവരെല്ലാരും പരിഗണിക്കണം റസൂലുള്ളാഹി. അപ്പൊ ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, വമാ നതനസ്സലു ഇല്ലാ ബിഅംരി റബ്ബിക്, നമ്മൾ നിങ്ങളെ സമീപിക്കുന്നത് അല്ലാഹുവിന്റെ ഓർഡർ പ്രകാരമാണ്.
എനിക്ക് ഇങ്ങോട്ട് വരണമെങ്കിൽ അള്ളാന്റെ ഓർഡർ വേണം, ഓർഡർ ഇല്ലാതെ വരാൻ പറ്റില്ല. അപ്പോ ശിഷ്യന്മാരൊക്കെ മനസ്സിലാക്കി, സ്വഹാബത്ത് മനസ്സിലാക്കി, ജിബ്രീൽ ഇസ്ലാമിന് ഓർഡർ ഇല്ലാതെ വരാൻ പറ്റില്ല, ഓർഡർ ഇല്ലാത്തതുകൊണ്ടാണ് വരാത്തത്. പിന്നെ മുശ്രിക്കീങ്ങൾക്ക് എന്തായാലും പാഠം, മുശ്രിക്കീങ്ങൾക്ക് വലിയൊരു പാഠമുണ്ട്. കാരണം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആൻ സ്വന്തം ഖുർആന് വ്യാജ നിർമ്മിതമായി പറയുകയാണ് എന്നാണ് ഖുറൈശികളിൽ ഒരു വിഭാഗം പറഞ്ഞിരുന്നത്. മുഹമ്മദ് നബി സ്വന്തം സൃഷ്ടിക്കുകയാണ് ഖുർആന്, ദിവ്യ സന്ദേശമല്ല ഖുർആന്, ഒരു ദൈവം പറഞ്ഞു കൊടുക്കുന്ന സന്ദേശമല്ല എന്നായിരുന്നു ഖുറൈശികൾ പറഞ്ഞിരുന്നത്. ഇപ്പൊ ഇവിടെ ഈ ജിബ്രീലിനെ കാത്തിരിക്കാൻ എന്തിന് 15 ദിവസം കഴിയേണ്ടി വന്നു? 40 ദിവസം എന്തുകൊണ്ട് ജിബ്രീലിനെ കാത്തു നിന്നു? റസൂലുള്ളാഹി സ്വന്തം പറയുന്നതാണ് ഖുർആനെങ്കിൽ റസൂലുള്ളാഹിക്ക് അങ്ങ് പറഞ്ഞാ പോരെ. അഹ്ലുൽ കഹ്ഫിനെ പറ്റി കളവ് പറയുന്ന ആളാണെങ്കിൽ, വ്യാജം പറയുന്ന ആളാണ് മുഹമ്മദ് നബി എങ്കിൽ വ്യാജ കഥകൾ പറഞ്ഞു കൊടുത്താൽ പോരെ. അസ്ഹാബുൽ കഹ്ഫിനെ പറ്റി എന്തെങ്കിലും പറഞ്ഞാൽ പോരെ. അപ്പൊ ബോധ്യപ്പെട്ടു ഇത് കളവ് അറിയുന്ന ആളല്ല. അതുപോലെ പല സംഭവവും അവിടെ എന്താ അങ്ങനെ റസൂലുള്ളാഹിനെ അല്ലാഹു തആല കുറച്ച് റസൂലുള്ളാഹിന്റെ വിഷമം പരിഗണിക്കാതിരുന്നത്, അത് പരിഗണിക്കാതിരുന്നത് ഇങ്ങനെ അള്ളാഹിന്റെ സൈക്കോളജിയാണ്. ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ ഇതിലും വലിയ വിഷമം റസൂലുള്ളാഹിക്ക് വരാൻ പോകുന്നത്. റസൂലുള്ളാഹിന്റെ പ്രവാചകത്വം അംഗീകരിക്കപ്പെടുന്നു അതിലൂടെ. റസൂലുള്ളാഹിയുടെ ഖുർആൻ അത് ദിവ്യ വേദമാണെന്ന് അതിലൂടെ അംഗീകരിക്കപ്പെടുന്നു. അത് പ്രവാചകൻ കളവായി വ്യാജ നിർമ്മിതമായി ഉണ്ടാക്കിയതല്ല എന്നുള്ളത് സ്ഥിരപ്പെടുന്നു. ഇനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അല്ലാഹു ദിവ്യ സന്ദേശമായി നൽകിയത് ചിലതൊക്കെ പൂഴ്ത്തി വെക്കുന്നുണ്ടോ, ചിലത് നമുക്ക് പറഞ്ഞു തരാതിരിക്കുന്നുണ്ടോ എന്ന് സംശയം ചിലർക്കുണ്ടാവും. ആ സംശയവും പോകാൻ വേണ്ടി ഒരിക്കലും ശത്രുവിന് വരെ ആ സംശയം വരാതിരിക്കാൻ അള്ളാഹു വേറൊരു പണിയെടുത്തു. അള്ളാഹ്ക്ക് അങ്ങനെ തന്ത്രമുണ്ട് എന്ന് ഞാൻ പറയുന്നത്. അള്ളാഹ്ക്ക് അങ്ങനെയൊക്കെ യുക്തി ഉണ്ട്. അള്ളാഹുവിന്റെ ഹബീബിൽ അങ്ങനത്തെ യുക്തിയൊക്കെ അള്ളാഹു ചെയ്തിട്ടുണ്ട്, കാണിച്ചിട്ടുണ്ട്. ആ യുക്തി നമ്മളിലും ഉണ്ടാവും അള്ളാഹുവിന്. അതിന് അള്ളാഹു വേറൊരു സംഭവം ഉണ്ടാക്കി. സൈനബ് റളിയല്ലാഹു തആല അൻഹയുമായുള്ള വിവാഹം ഖുർആൻ പറഞ്ഞ വിവാഹമാണത്. ഖുർആനിൽ അല്ലാഹു തആല റസൂലുള്ളാഹിക്ക് വിവാഹം ചെയ്തു കൊടുത്തു, സൈനബ് ബീവിയെ നിക്കാഹ് ചെയ്തു കൊടുത്തു. ഖുർആനിലുണ്ട് ഫലമ്മാ ഖളാ സൈദും മിൻഹാ വതറൻ സവ്വജ്നാകാ ലകൈ ലാ യകൂന അലൽ മുഅ്മിനീന ഹറജുൻ ഫീ അസ്വാജി അദിയാഇ ഇദാ ഖളൗ മിൻഹുന്ന വതറാ. ആ സംഭവം അവിടെ പറഞ്ഞിട്ടുണ്ട് ഖുർആനിൽ, സൂറത്തുൽ അഹ്സാബിൽ വതഖ്ശന്നാസ വല്ലാഹു അഹഖു അൻ തഖ്ശാ. ആ സംഭവം പറയാൻ ഇപ്പൊ സമയമല്ല. മൗലിദുൽ ഹുസ്നൈനി അതൊക്കെ പറഞ്ഞിട്ടുണ്ട്. മൗലിദുൽ ഹുസ്നൈനിയിൽ അതൊക്കെ പറഞ്ഞിട്ടുണ്ട്. റസൂലുള്ളാഹിയുമായി ബന്ധപ്പെട്ട സംശയങ്ങൾക്കൊക്കെ ഈ മൗലിദിൽ മറുപടിയുണ്ട്. കാരണം റസൂലുള്ളാഹിന്റെ മഹത്വങ്ങൾ, റസൂലുള്ളാഹിയുമായി ബന്ധപ്പെട്ട വലിയൊരു പഠനമാണ് മൗലിദുൽ ഹുസ്നൈനി. അത് മാലോകർക്ക് വേണ്ടി സമർപ്പിച്ചതാണ്. മാലോകരെ അറിയാൻ വേണ്ടി റസൂലുള്ളാഹിന്റെ മഹത്വങ്ങളും റസൂലുള്ളാഹിയുമായി ബന്ധപ്പെട്ട സംശയങ്ങൾക്ക് മറുപടികളും എല്ലാം ഉൾക്കൊള്ളിച്ച, ഹ്രസ്വവും സമഗ്രവുമായ രൂപത്തിൽ ഉൾക്കൊള്ളിച്ച ഒരു മൗലിദാണ് മൗലിദുൽ ഹുസ്നൈനി. അപ്പോ സൈനബ് റളിയല്ലാഹു അൻഹയെ വിവാഹം ചെയ്ത സംഭവം, അതിനെപ്പറ്റി ജനങ്ങൾ പറഞ്ഞു മുഹമ്മദ് നബി സയ്യിദ് റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യയായിരുന്ന സൈനബിനെ പ്രേമിച്ചു എന്ന് ശത്രുക്കൾ പറഞ്ഞു വരുത്തി. വാസ്തവത്തിൽ സയ്യിദ് റളിയല്ലാഹു അൻഹു വിരൂപനായ ആളായിരുന്നു. സൈനബ് റളിയല്ലാഹു അൻഹ നല്ല സുന്ദരിയുമായിരുന്നു. അതുകൊണ്ട് അത് അല്ലാഹു തആലാക്ക് അവിടെ ചില യുക്തിയുണ്ടായിരുന്നു സൈനബ് റളിയല്ലാഹു അൻഹയെ സയ്യിദിനിക്ക് വിവാഹം ചെയ്തു കൊടുക്കാൻ. ജാഹിലിയ്യ കാലത്ത് അവരുടെ ഇടയിലുള്ള ഒരു മോശപ്പെട്ട സമ്പ്രദായമാണ് ദത്തുപുത്രന്റെ ഭാര്യ, ദത്തുപുത്രൻ ത്വലാഖ് ചൊല്ലിയാൽ പിന്നെ ആ ഭാര്യയെ വിവാഹം ചെയ്യല് വൻ കുറ്റാണ്. വാസ്തവത്തിൽ അതിലൊരു കുറ്റമല്ല, ദത്തുപുത്രൻ പുത്രനല്ല. അതുകൊണ്ട് ദത്തുപുത്രന്റെ ഭാര്യയെ വിവാഹം ചെയ്യുന്നത് നിഷിദ്ധമല്ല, അതിൽ ഒരു തെറ്റുമില്ല.
സയ്യിദ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിന്റെ ദത്തുപുത്രനാണ്. ആ ദത്തുപുത്രന്റെ ഭാര്യയെ ത്വലാഖ് ചൊല്ലി. ത്വലാഖ് ചൊല്ലുമ്പോൾ അല്ലാഹു തആല നേരത്തെ റസൂലുള്ളാഹിക്ക് വഹി കൊടുത്തിരുന്നു, സയ്യിദ് റളിയല്ലാഹു അൻഹു ത്വലാഖ് ചൊല്ലിയാൽ നിങ്ങൾ വിവാഹം ചെയ്യണമെന്ന്. വലിയ സംഭവം. അത് എല്ലാ ഭാഗം പറയാൻ സമയമില്ല. നിങ്ങൾ വിവാഹം ചെയ്യണമെന്ന് റസൂലുള്ളാഹിക്ക് വിവരം കൊടുത്തിരുന്നു. പക്ഷേ റസൂലുള്ളാഹിനും സൈനബ് റളിയല്ലാഹു അൻഹയെ പെട്ടെന്ന് വിവാഹം ചെയ്താൽ ജനങ്ങളുടെ ഇടയിൽ ഭയങ്കര പ്രശ്നമാവും. മക്ക പ്രശ്ന കലുഷിതമാകും. എന്തുകൊണ്ട്? മക്കയും മദീനയൊക്കെ എന്തുകൊണ്ട്? മുഹമ്മദ് നബി സ്വന്തം മകന്റെ ഭാര്യ വിവാഹം ചെയ്തു എന്ന് പറഞ്ഞു വരത്തു. അപ്പൊ കുറെ ആളുകൾ ഇസ്ലാമിന് പിന്നോട്ട് പോകുമെന്ന് പേടി റസൂലുള്ളാഹി. അള്ളാഹു പറഞ്ഞിരുന്നു, നിങ്ങൾ സൈനബിനെ ത്വലാഖില്ല നിങ്ങൾ കെട്ടണം. ആ സംഭവത്തെ കുറിച്ച് ചിലര് പറഞ്ഞത് റസൂലുള്ളാഹിക്ക് സൈനബിന്റെ ഭംഗി കണ്ടപ്പോ റസൂലുള്ളാഹിക്ക് സൈനബിനോട് പ്രേമം തോന്നി എന്ന് പറഞ്ഞു വരുത്തി. വാസ്തവത്തിൽ അത് വലിയ തെറ്റാണ്. അത് അവാസ്തവമാണ്. കാരണം സൈനബ് റളിയല്ലാഹു അൻഹ ആരാണ്? റസൂലുള്ളാഹിയുടെ അമ്മായിന്റെ മോളാണ്. ചെറുപ്പം മുതൽക്കേ സൈനബ് റളിയല്ലാഹു അൻഹയെ റസൂലുള്ളാഹി കാണുന്നുണ്ട്. റസൂലുള്ളാഹിയുടെ വീട്ടിലത്തെ കുടുംബത്തിലൊരു അംഗമാണ്. എപ്പോഴും റസൂലുള്ളാഹിയുടെ വീട്ടിൽ വന്നു പോകുന്ന ആളാണ് സൈനബ് റളിയല്ലാഹു അൻഹ. കാണാത്ത വ്യക്തിയല്ല. അപ്പൊ പെട്ടെന്ന് കണ്ടപ്പോ, ഭംഗി കണ്ടപ്പോ പ്രേമം തോന്നി എന്ന് പറയുന്നത് ഇത് തെറ്റാണ്, ശത്രുക്കൾ പറഞ്ഞുണ്ടാക്കിയതാണ്. ആ സംഭവത്തെ കുറിച്ച് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്, വതഖ്ശന്നാസ വല്ലാഹു അഹഖു അൻ തഖ്ശാഹു. നിങ്ങൾ ജനങ്ങളെ പേടിക്കുന്നുവോ, അള്ളാഹുവിനെയാണ് നിങ്ങൾ പേടിക്കേണ്ടത് എന്നുള്ള ആയത്ത്. ആ ആയത്തും കൂടെ ഇറങ്ങിയപ്പോ അതിന് രണ്ട് മീനിങ് ഉണ്ട്. അള്ളാഹു ഉദ്ദേശിച്ച മീനിങ്, അള്ളാഹു നിങ്ങളോട് പറഞ്ഞിട്ടില്ലേ സൈനബ് റളിയല്ലാഹു അൻഹ വിവാഹം ചെയ്യാൻ, ആ വിഷയം നിങ്ങൾ നടപ്പാക്കണ്ടേ, നിങ്ങൾ ജനങ്ങൾ എന്നെ പറയുമോ എന്ന് പേടിച്ചിട്ട് നിങ്ങൾ എന്തിന് മാറി നിൽക്കുന്നു എന്നാ ഉദ്ദേശിച്ചത്. പക്ഷേ ആ സൂക്തത്തിന് ജനങ്ങൾ വെക്കുന്ന അർത്ഥം അങ്ങനെ ആകൂല. ജനങ്ങൾ വെക്കുന്ന അർത്ഥം സൈനബിനെ, നിങ്ങൾ പ്രേമിച്ച സൈനബിനെ നിങ്ങൾ വിവാഹം ചെയ്താൽ ജനങ്ങൾ നിങ്ങളെ പറയുമോ എന്ന് നിങ്ങൾ പേടിച്ചു. നിങ്ങൾ അള്ളാഹുവിനെ പേടിച്ചിട്ട് സൈനബിനെ വിവാഹം ചെയ്യാതിരിക്കണ്ടേ എന്നർത്ഥമാണ് ജനങ്ങൾ കൊടുക്കുക. ഇങ്ങനെ റസൂലുള്ളാഹി വലിയൊരു പ്രശ്നത്തിലായി. അങ്ങനെ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ഈ വിഷയം ഉൾക്കൊണ്ടുകൊണ്ട് ആയിഷ ബീവി പറയാണ്, ലൗ ഖതമ മുഹമ്മദുൻ മാ ഉൻസില അലൈഹി ലഖതമ ഹാദിഹിൽ ആയ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തനിക്ക് ഇറക്കപ്പെട്ട ദിവ്യ സൂക്തം മറച്ചു വെക്കുകയാണെങ്കിൽ ഈ സൂക്തത്തെ മറച്ചു വെക്കണം. ഈ സൂക്തത്തെ മറച്ചു വെച്ചില്ലല്ലോ. കാരണം ജനങ്ങളൊക്കെ തെറ്റിദ്ധരിച്ചാലും വേണ്ടില്ല, അത് അവതരിപ്പിച്ചില്ലേ, അത് പറഞ്ഞു കൊടുത്തില്ലേ എന്ന് ആയിഷ ബീബി റളിയല്ലാഹു അൻഹ പറഞ്ഞതായി ഇമാം തുർമുദി റിപ്പോർട്ട് ചെയ്ത ഹദീസ് കാണാം. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വരെ ചില വിഷയങ്ങളിലൊക്കെ ബുദ്ധിമുട്ട് വിഷമമൊക്കെ പ്രത്യക്ഷത്തിൽ വന്നാൽ പോലും അല്ലാഹു തആല ചില യുക്തികൾ നടപ്പാക്കാൻ വേണ്ടി, അല്ലാഹു വലിയ യുക്തിയുള്ളവനാണ്, തന്ത്രജ്ഞനാണ്. അല്ലാഹു ഹക്കീം, അല്ലാഹുവിന്റെ ഒരു പേരാണ്, നാമമാണ്. അഹ്കമുൽ ഹക്കീമീനാണ് അല്ലാഹു. അതുകൊണ്ട് അല്ലാഹു തആല നടപ്പാക്കാൻ ചിലതൊക്കെ ചെയ്യും. അതിന്റെ ഭാഗമാണ് ഫലസ്തീനിലെ ആളുകൾക്കുണ്ടാകുന്ന പരീക്ഷണം. അല്ലാഹുവിന്റെ ഔലിയാ ഒരു വിഷയം വന്നാൽ, ഒരു പ്രശ്നം ലോകത്ത് നടക്കുമ്പോൾ അവർ ആലോചിക്കും, ആ വിഷയത്തെ പറ്റി പഠിക്കും. ഇത് നമ്മൾ ഇടപെട്ടാൽ പറ്റുന്ന, അല്ലാഹു മാറ്റം വരുത്തുന്ന വിഷയമാണോ മാറ്റം വരുത്താത്ത വിഷയമാണോ? പ്രഗത്ഭരായ ഔലിയാക്കന്മാർ അത് നോക്കും. പതാ വഹാബികളൊക്കെ ചോദിക്കണേ, ഇത് നിങ്ങളെ കുത്തുബുല്ലാലമൊക്കെ ഇപ്പൊ എവിടെ പോയി, നിങ്ങളെ കുത്തുബുസമാനും ഔസുല്ലാദമൊക്കെ എവിടെ പോയി? അവരല്ലേ ഇതൊക്കെ നിയന്ത്രിക്കുന്ന ആൾക്കാർ? അവരെന്തേ ഫലസ്തീന് കാണുന്നില്ലേ? അവർക്ക് ഔസുല്ലാദമിനും തിരിഞ്ഞില്ല, റബ്ബുൽ ആലമീനും തിരിഞ്ഞിട്ടില്ല. രണ്ട് ഭരണം അവർക്ക് മനസ്സിലായിട്ടില്ല. ഔസുല്ലാദം പോകട്ടെ, സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റഹ്മത്തുൽ ലിൽ ആലമീൻ എന്ന് പറഞ്ഞിട്ടില്ല. ആ റസൂലുള്ളാഹി അവിടെ പോയി, അന്റെ റസൂലുള്ളാഹി മരിച്ചു പോയിക്കുന്നു. വഹാബിന്റെ റസൂലുള്ളാഹി മരിച്ചു പോയി. അവനെ പോലത്തെ ഒരു സാധനമായിട്ടാണ് വഹാബി റസൂലുള്ളാഹിനെ കാണുന്നത്. ബശറും മിസ്ലുന, നമ്മളെ പോലത്തെ ഒരു മനുഷ്യനാണ്.
അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വരെ ഒരു കാര്യം നടപ്പാക്കണമെങ്കിൽ, ഒരു വിഷയം അള്ളാഹുവിനോട് ചോദിക്കണമെങ്കിൽ, പ്രാർത്ഥിക്കണമെങ്കിൽ, ഇടപെടണമെങ്കിൽ അവിഷയത്തിൽ അള്ളാഹുവിന്റെ വിധി എന്ത്, അള്ളാഹു മാറ്റം വരുത്തുന്നതാണോ അല്ലേ എന്ന് നോക്കിയിട്ട് അവര് അതിൽ റസൂൽ അടക്കമുള്ള ആരും ഇടപെടും. ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ ദുആ ചെയ്യുന്ന ദുആകളിലൊക്കെ എപ്പോഴും ഫലസ്തീനികൾ പെടുത്തണം. അത് നമ്മുടെ ബാധ്യതയാണ്. ഫലസ്തീനികൾക്ക് ദുആ നിർത്താൻ പാടില്ല. ഫലസ്തീനികൾ മാത്രമല്ല, ലോകത്തുള്ള എല്ലാ മുസ്ലിങ്ങളെയും എല്ലാ നല്ല മനുഷ്യന്മാർക്കും നമ്മൾ ദുആർക്കണം. നല്ല മനുഷ്യന്മാരൊക്കെ നന്നായി കിട്ടാൻ, നല്ല സ്വഭാവമുള്ള നല്ല മനുഷ്യത്വമുള്ള ആളുകളൊക്കെ നന്നായി കിട്ടണം. അവർക്കൊക്കെ ഹിദായത്ത് കിട്ടാൻ വേണ്ടി നമ്മൾ എപ്പോഴും ദുആർക്കണം. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഉമ്മത്തിൽ പെടുക എന്ന് പറയുന്നത് വലിയൊരു ഭാഗ്യമാണ്. അതാണ് നമ്മൾ പറയുന്നത്, ഖുദ് ബി ഐദീനാ, നബിയെ അങ്ങ് ഞങ്ങളെ കൈപിടിക്കണേ, അങ്ങയുടെ ഉമ്മത്തിൽ ഞങ്ങളെയും പെടുത്തണേ, ഞങ്ങൾ കൈവിടരുത്. ഖുദ് ബി ഐദീനാ ജമീഅൻ യാ ശഫീഅൽ മുദ്നിബീൻ, ദോഷികൾക്ക് ശുപാർശ ചെയ്യുന്ന നബിയെ ഞങ്ങളൊക്കെ അങ്ങ് കൈപിടിക്കണേ. റബ്ബിലേക്ക് കൈപിടിക്കണേ എന്ന് അർത്ഥമുണ്ട് അതിന്. റബ്ബിൽ നിന്ന് അകന്നു പോയവരാണ് ഞങ്ങൾ, പ്രവാചകരിൽ നിന്ന് അകന്നു പോയവരാണ് ഞങ്ങൾ. റബ്ബിലേക്ക് അടുക്കണമെങ്കിൽ ആദ്യം അല്ലാഹു തആലയുടെ റബ്ബിന്റെ ദൂതരായ സയ്യിദുനാ റസൂലുള്ളാഹിയുമായി അടുക്കണം. ആ റസൂലുള്ളാഹിയുമായി അടുക്കണമെങ്കിൽ റസൂലുള്ളാഹി നമ്മളെ സ്വീകരിക്കണം. അതാ ഖുദ് ബി ഐദീനാ, നബിയെ എന്നെ അങ്ങ് സ്വീകരിക്കണേ, എന്റെ കൈ അങ്ങാദ്യം പിടിക്കണേ. റസൂലുള്ളാഹി കൈ പിടിച്ച് സ്വീകരിച്ചാൽ മാത്രമേ നമുക്ക് അല്ലാഹുവിലേക്ക് എത്താൻ കഴിയൂ. അപ്പൊ ഖുദ് ബി ഐദീനാ എന്ന് പറഞ്ഞാൽ തെറ്റിൽ നിന്ന്, പാപങ്ങളിൽ നിന്ന് എന്റെ കൈപിടിക്കണേ എന്നും അർത്ഥമുണ്ട്. ആഫാത്ത് മുസീബത്തിൽ നിന്ന് എന്റെ കൈപിടിക്കണേ എന്ന് അർത്ഥമുണ്ട്. കടബാധ്യതകളിൽ നിന്ന് എന്നെ കൈപിടിക്കണേ എന്ന് അർത്ഥമുണ്ട്. ദാരിദ്ര്യങ്ങളിൽ നിന്ന്, വിഷമങ്ങളിൽ നിന്ന്, രോഗങ്ങളിൽ നിന്ന് എന്റെ കൈപിടിക്കണേ എന്ന് അർത്ഥമുണ്ട്. എല്ലാ കൈപിടിക്കലും പിടിക്കേണ്ടത് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. കാരണം വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ, അല്ലാഹുവിന്റെ സൃഷ്ടികൾ ആരുണ്ടോ അവർക്ക് എല്ലാവർക്കും കിട്ടുന്ന മുഴുവൻ റഹ്മത്തും അത് വിതരണം ചെയ്യാൻ നിയോഗിക്കപ്പെട്ട ആള് സയ്യിദുനാ റസൂലുള്ളാഹിയാണ്. അപ്പൊ റസൂലുള്ളാഹിയുടെ റഹ്മത്ത് വഴി മാത്രമേ നമുക്ക് എന്തെങ്കിലും കിട്ടുന്നത് മുഴുവനും അല്ലാഹ് ഐശ്വര്യവും ആരോഗ്യവും നമുക്ക് കാവലും രക്ഷയും സന്തോഷങ്ങളും എല്ലാം നമുക്ക് കിട്ടുന്നത് അല്ലാഹുവിന്റെ ഹബീബിലൂടെയാണ്. അല്ലാഹുവിന്റെ ഹബീബ് നമ്മെ ശ്രദ്ധിച്ചാൽ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമാകും. റസൂലുള്ളാഹി തന്നെ നിർദ്ദേശിച്ചു കൊടുത്ത ഒറ്റമൂലിയാണ് റസൂലുള്ളാഹിയുടെ മദ്ഹും സ്വലാത്തും. മദ്ഹും സ്വലാത്തും എല്ലാ പ്രശ്നങ്ങൾക്കുള്ള ഒറ്റമൂലിയാണ്. ആ മദ്ഹും സ്വലാത്ത് കൊണ്ട് നേടിയെടുക്കാൻ കഴിയാത്തൊരു കാര്യവുമില്ല. വലൽ തമസ്തു ഗിനദ്ദാറൈനി ബിയദിഹി ഇല്ലസ്തലംതു നദാ മിൻ ഖൈരി മുസ്തലമി ദുനിയാവും ആഖിറതൻകി, റസൂലുള്ളാഹിനെ കൊണ്ട് കിട്ടി. ഇമാം ബൂസീരി തന്റെ സാഹിത്യ കഴിവ് മുഴുവനും റസൂലുള്ളാഹിക്ക് വേണ്ടി ചെലവാക്കിയപ്പോൾ ആദ്യകാലം അങ്ങനെ അല്ലായിരുന്നു. പിന്നെ തിരിച്ചറിവ് ലഭിച്ചപ്പോ ബൂസീരി ഇമാമിന്റെ കഴിവെല്ലാം റസൂലുള്ളാഹിനെ മദ്ഹ് ചെയ്യാൻ വേണ്ടി ഉപയോഗപ്പെടുത്തിയപ്പോ ബൂസീരി ഇമാം അനുഭവത്തിൽ പറയുകയാണ്, എനിക്ക് ദുനിയാവും ആഖിറം റസൂലുള്ളാഹിനെ കൊണ്ട് കിട്ടി. ബുശ്റാ ലനാ മഅശറൽ ഇസ്ലാമി ഇന്ന ലനാ മിനൽ ഇനായത്തി റുക്നൻ ഗൈറ മുൻഹദിമി. ഞാൻ നിർത്താൻ പോവുകയാണ്. ഇന്നത്തെ ഹിസ്ബിൽ പറഞ്ഞത്, ഈ ഉമ്മത്ത് പെട്ട് കഴിഞ്ഞാൽ വലിയ ഭാഗ്യമുണ്ട്. കാരണം റസൂലുള്ളാഹിന്റെ ഉമ്മത്തിന്റെ പ്രത്യേകത ഈ ഇന്നത്തെ ഹിസ്ബിൽ നിങ്ങൾ പറയുന്നത് കേട്ടില്ലേ? റസൂലുള്ളാഹിന്റെ ഉമ്മത്തിന്റെ പ്രത്യേകത ഫലാ വബഅദ് ഫലാ അദാബ ഗദൻ വലാ ഹിസാബ ലനാ ഇല്ലാ ബിഅർദിൻ വഹുമ്മ ദംബു കസലലി. നമുക്ക് നാളെ മഹ്ശറിൽ ശിക്ഷയില്ല. ആർക്ക്? റസൂലുള്ളാഹിന്റെ ഉമ്മത്തിൽപ്പെട്ട പോയ ആളുകൾക്ക്, റസൂലുള്ളാഹിന്റെ ഉമ്മത്തിൽപ്പെട്ട് മരിച്ച വ്യക്തികൾക്ക്, ഉമ്മത്ത് മുഹമ്മദിയത്തിൽപ്പെട്ട് മരിച്ച വ്യക്തികൾക്ക് നാളെ മഹ്ശറിൽ ശിക്ഷയില്ല, നരകമില്ല. ഉമ്മത്ത് പെടണം. ഉമ്മത്ത് പെടാൻ വേണ്ടിയാണ് നമ്മൾ മൗലൂദ് ഓതുന്നത്.
ഉമ്മത്തിൽപ്പെട്ട് മരിക്കാൻ വേണ്ടി, ഈമാൻ കിട്ടി മരിക്കാൻ വേണ്ടിയാണ് നമ്മൾ സ്വലാത്ത് ചൊല്ലുന്നതും മൗലിദ് ഓതുന്നതും. ഫലാ അദാബ ഗദൻ വലാ ഹിസാബ ലനാ. നാളെ മഹ്ശറിൽ ആദം നബിയുടെ ജനതക്കും ഈസാ നബി അടക്കമുള്ള എല്ലാ പ്രവാചകന്മാരുടെയും സമുദായങ്ങൾക്ക് സുദീർഘമായ ഹിസാബുണ്ട്. എന്നാ നമുക്ക് ഹിസാബില്ല. നമ്മൾ ഹിസാബ് എങ്ങനെ? നമ്മൾ ഹിസാബ് കിതാബ് ഇങ്ങനെ തരും വലങ്കയ്യില്. നമ്മളെ കിതാബ് വലങ്കയ്യിലേ തരും. ഈ ഉമ്മത്തെപ്പെട്ട് മരിക്കുന്ന ആളുകളുടെ കിതാബ് വലങ്കയ്യിലേ തരും. വലങ്കയ്യില് കിതാബ് തന്ന് അള്ളാഹു രഹസ്യമായി ഒന്ന് നമ്മളെ മുന്നിൽ കാണിക്കും. പിന്നെ പോവാന്ന ചോദ്യമൊന്നുമില്ല. ഇവിഷയം ഇമാം സുയൂത്തി അവരുടെ അൽ ഖസായിസുൽ കുബ്ര എന്ന് പറഞ്ഞ ഗ്രന്ഥത്തിൽ വിശദമാക്കിയിട്ടുണ്ട്. അതുപോലെ ഇമാം ഷാമി അവരുടെ സുബുലുൽ ഹുദയിൽ വിശദമാക്കിയിട്ടുണ്ട്. നമ്മുടെ ശൈഖുന സുൽത്താനുൽ ഉലമ അവരുടെ അൽ അവാഇദുൽ വജ്ദിയ്യ ഫി ശർഹിൽ ഖസായിദുൽ വിത്രിയ്യ എന്ന് പറഞ്ഞ ഗ്രന്ഥത്തിൽ വിശദമാക്കിയിട്ടുണ്ട്. യമീനം ബി റബ്ബി ഇന്ന ഖൽബി യുഹിബ്ബു വദാക റജാഇ ഫിൽ ഹയാതി വഫിൽ മഹിയാ. ഇമാം വിത്രി മജുദുദ്ദീൻ അബൂബക്കറിനുൽ വിത്രി റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിനെ പറ്റി ഓരോ ദിവസവും ഒരു ഹിസ്ബ് ചൊല്ലാൻ വേണ്ടി അവർ കവിതയുണ്ടാക്കി. ആ കവിതയ്ക്ക് ഗദ്യമില്ലാത്ത കവിതയാണ്, ഹദീസില്ലാത്ത മൗലിദാണ്. ഇമാം മജുദുദ്ദീൻ അബൂബക്കറിനുൽ ബഗ്ദാദി അവർ ഉണ്ടാക്കിയ കവിത ഖസീദത്തുൽ വിത്രിയ. ഖസീദത്തുൽ വിത്രിയ 30 ഹിസ്ബാണ്. മൗലിദുൽ ഹുസ്നൈനിയെ പോലെ അതിൽ കവിത മാത്രമേ ഉള്ളൂ. അവരാ കവിത ഉണ്ടാക്കിയപ്പോൾ റസൂലുള്ളാഹിനോടുള്ള മഹബത്തുണ്ടാക്കിയ കവിതയാണ്. എത്രയോ പ്രാവശ്യം അല്ലാഹുവിന്റെ ഹബീബിനെ അവര് സ്വപ്നം കണ്ടത് അവരതിന്റെ മുഖവുരയിൽ വിശദീകരിക്കുന്നുണ്ട്. ഖസീദത്തുൽ വിത്രിയക്ക് ആ മൗലിദിന് അവർ തന്നെ എഴുതിയൊരു മുഖവുരയുണ്ട്. എന്റെ കയ്യിലുണ്ട് ആ മുഖവുര. അതിൽ അവർ വിശദീകരിക്കുന്നുണ്ട് റസൂലുള്ളാഹിനെ സ്വപ്നം കണ്ട സംഭവം. എന്നിട്ട് അവര് അവസാനം പറയുന്നു, ഞാൻ ഈ 30 ഹിസ്ബ് ഉണ്ടാക്കിയത് എന്തിനാണ്? യമീനം ബി റബ്ബി ഇന്ന ഖൽബി യുഹിബ്ബുഹു. എന്റെ മനസ്സ് റസൂലുള്ളാഹിനെ മഹബത്ത് വെക്കുന്നുണ്ട്, ആ മഹബത്ത് വെക്കുന്നുണ്ട് എന്ന് ഞാൻ സാക്ഷ്യപ്പെടുത്തി സത്യം വെച്ച് പറയുന്നു. വദാക റജായി. അത് മാത്രമാണ് എന്റെ പ്രതീക്ഷ. ഫിൽ മമാതി വഫിൽ മഹിയ. എന്റെ മരണസമയത്തും എന്റെ ജീവിതകാലത്തും എനിക്കുള്ള പ്രതീക്ഷ ഈ റസൂലുള്ളാഹിന്റെ മദ്ഹാണ്, റസൂലുള്ളാഹിന്റെ മഹബത്താണ് എന്ന് പറയുന്നുണ്ട്. ആ കവിതയുടെ വിശദീകരണത്തിൽ ശൈഖുനയും പറഞ്ഞു കാണും. എന്ത്? ഉമ്മത്ത് മുഹമ്മദിയത്തിൽ പെട്ട് കഴിഞ്ഞാൽ പിന്നെ നാളെ മഹ്ശറിൽ നരകം തൊടാതെ സ്വർഗത്ത് പോവാൻ കഴിയും. ഹിസാബില്ലാതെ സ്വർഗത്ത് പോവാൻ കഴിയും. വലിയ ഹിസാബില്ലാതെ സ്വർഗത്ത് പോവാൻ കഴിയും. അള്ളാഹു നമുക്ക് ആ ഭാഗ്യം തരട്ടെ. അത് മനസ്സിലാക്കിയിട്ടാണ് ഇമാം ബൂസീരി പറഞ്ഞത്, ബുശ്റാലന, നമുക്ക് ഓ മുസ്ലിങ്ങളെ, ബുശ്റാലന മഹ്ശറൽ ഇസ്ലാം, ഓ മുസ്ലിങ്ങളെ നമുക്ക് എന്ത് വലിയ സന്തോഷമാണ്. ഒരിക്കലും പൊളിഞ്ഞു പോവാത്ത ഒരു മഹത്വമാണല്ലോ നമുക്കുള്ളത്. എന്തുകൊണ്ട്? നാം അള്ളാഹുവിന്റെ പ്രവാചകന്മാരിൽ വെച്ച് അള്ളാഹുവിനക്ക് ഏറ്റവും ആദരണീയരായ, അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും സ്ഥാനമുള്ള മുഹമ്മദ് നബിയുടെ ജനതയല്ലേ, സമുദായമല്ലേ നാം. അതുകൊണ്ട് ആ മുഹമ്മദ് നബിയുടെ സ്ഥാനം നമുക്കും ഉണ്ടാകുമല്ലോ. അതാ ജിബ്രീൽ ഇസ്ലാം രണ്ടാമതായി കൂട്ടിപ്പിടിച്ചത്. റസൂലുള്ളാഹിന്റെ ഈ വലിയ സ്ഥാനം എനിക്കും കിട്ടട്ടെ, ഞാൻ റസൂലുള്ളാഹിന്റെ ഖാദിമാവാൻ പോവുകയാണ്. ജിബ്രീൽ അലൈഹിസ്സലാം റസൂലുള്ളാഹിന്റെ ഖാദിമായിരുന്നു. റസൂലുള്ളാഹിന്റെ വിനയമുള്ള ഖാദിമാണ് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം. റസൂലുള്ളാഹിയുടെ നൂറ് ജിബ്രീൽ അലൈഹിസ്സലാമിന് ഇല്ല. റസൂലുള്ളാഹിന്റെ അറിവ് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന് ഇല്ല. ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ വഹയി, ദിവ്യ സന്ദേശം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പലപ്പോഴും കാത്തു നിന്നത്, വെയിറ്റ് ചെയ്തത്, അത് റസൂലുള്ളാഹിക്ക് വിവരമില്ലാത്തത് കൊണ്ടല്ല. അള്ളാഹുവിന്റെ നിർദ്ദേശമുണ്ട്,
മലക്ക് ജിബ്രീൽ വന്നുകൊണ്ട് പറയുന്ന മാറ്റർ ആ വാക്കുകളും ആ അക്ഷരങ്ങളും മാത്രമേ മൊഴിയാവൂ എന്ന് റസൂലുള്ളാഹിനോട് കൽപ്പനയുണ്ട്. അല്ലെങ്കിൽ പ്രശ്നങ്ങളാണ്. കാരണം റസൂലുള്ളാഹിന്റെ അപാരമായ അറിവ്, റസൂലുള്ളാഹിന്റെ അടുത്തുള്ള വിജ്ഞാനത്തിന്റെ ഓഷ്യൻ അത് ഉൾക്കൊള്ളാൻ ആദം നബി അലൈഹിസ്സലാം അടക്കമുള്ള പ്രവാചകന്മാർക്ക് സാധ്യമല്ല. ജിബ്രീൽ അലൈഹിസ്സലാം അടക്കമുള്ള മലക്കുകൾക്കും സാധ്യമല്ല. അത്രയും വലിയ കട്ടിയുള്ള ഡോസുള്ള അറിവുണ്ട് റസൂലുള്ളാഹിയുടെ അടുക്കൽ. അതുകൊണ്ട് അള്ളാഹിന്റെ നിർദ്ദേശം, നിങ്ങൾ എന്തെങ്കിലും സ്വയം പറഞ്ഞു പോയാൽ ആർക്കും ഉൾക്കൊള്ളാൻ പറ്റാത്ത വിഷയങ്ങളും വാക്കുകളും നിങ്ങൾ പറഞ്ഞു പോകും. അതുകൊണ്ട് നിങ്ങളുടെ വാക്കുകൾക്ക് ലിമിറ്റുണ്ട്. ഞാൻ പറഞ്ഞു തരുന്ന വാക്ക്, ഞാൻ പറഞ്ഞു തരുന്ന അക്ഷരം മാത്രമേ മൊഴിയാവൂ. ലാ യന്തിഖു അനിൽ ഹവാ. സൂറത്തുൻ നജ്മിൽ അല്ലാഹു പറഞ്ഞു, റസൂലുള്ളാഹി സ്വച്ഛക്കനുസരിച്ച് സ്വന്തം ഒരു അക്ഷരവും ലാ യന്തിഖു എന്നാ പറഞ്ഞു, മൊഴിയൂല. ലാ യതകല്ലമു, സംസാരിക്കൂല എന്നല്ല. ലാ യന്തിഖു അനിൽ ഹവാ. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വയം ഒരക്ഷരവും മൊഴിയൂല. ഇന്നുവ ഇല്ലാ വഹ്യു യൂഹാ. അത് ദിവ്യ സന്ദേശം മാത്രമായിരിക്കും. അതുകൊണ്ടാ ജിബ്രീൽ അലൈഹിസ്സലാമിനെ പലപ്പോഴും വെയിറ്റ് ചെയ്തത്. ജിബ്രീൽ വരട്ടെ പറയാം, എനിക്കറിയാത്തത് കൊണ്ടല്ല. ജിബ്രീൽ വരട്ടെ പറയാം, എങ്ങനെയാണ് നിങ്ങളോട് പറയേണ്ടതെന്ന്. ജിബ്രീൽ എന്ന് പറഞ്ഞ അള്ളാഹുവിന്റെ പ്രതിനിധി ആണ് ജിബ്രീൽ അലൈഹിസ്സലാം. ചിലര് പറഞ്ഞു, ജിബ്രീൽ അലൈഹിസ്സലാം റസൂലുള്ളാഹിന്റെ ഉസ്താദാണ്, ഗുരുവാണ്. അത് തെറ്റാ. സുന്നത്തി ജമാഅത്തിന് അങ്ങനെ ഒരു വിശ്വാസമല്ല. സുന്നത്തി ജമാഅത്തിന്റെ പണ്ഡിതന്മാരെല്ലാവരും ഇമാം മാതുരീദി, ഇമാം അബുൽ ഹസൻ അൽ അശ്അരി, ഇങ്ങനെ രണ്ട് പണ്ഡിതന്മാരാണ് സുന്നത്തി ജമാഅത്തിന്റെ ഇമാമീങ്ങൾ. ലോകത്തുള്ള സുന്നത്തി ജമാഅത്തിന്റെ മുഴുവൻ ഇമാമീങ്ങളും പറഞ്ഞു, കഴിഞ്ഞു പോയ മുഴുവൻ ഇമാമീങ്ങളും പറഞ്ഞു, ഷറഹുൽ മവാഖിഫിലും മഖാസിദിലും തുടങ്ങി ധാരാളം കിതാബുകളിൽ പറഞ്ഞു. മൻഹജുൽ അസ്ലൈൻ, എല്ലാ കിതാബുകളിലും പറഞ്ഞു, ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം റസൂലുള്ളാഹിന്റെ ഗുരുവല്ല, കേവലം ഖാദിമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖാദിമാണ് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം. അള്ളാഹു പറഞ്ഞു കൊടുക്കുന്ന വിജ്ഞാനം റസൂലുള്ളാഹിക്ക് എത്തിച്ചു കൊടുത്ത ഇടയാളൻ, മധ്യസ്ഥൻ എന്ന് പറയുമ്പോഴും അവിടെ മനസ്സിലാക്കാനുണ്ട്. റസൂലുള്ളാഹിക്ക് തീരെ അറിയാത്തൊരു മാറ്റർ ജിബ്രീൽ, അറിയാത്ത ഒരു വിവരം പറഞ്ഞു കൊടുക്കല്ല ജിബ്രീൽ. റസൂലുള്ളാഹിയുടെ അടുത്ത് ഉള്ള ഒരു അറിവ്, അത് ഏത് അക്ഷരങ്ങളിലൂടെ ഏത് ഭാഷയിലൂടെ പറയണമെന്ന് മാത്രമാണ് ജിബ്രീൽ അലൈഹിസ്സലാമിലൂടെ അള്ളാഹു എത്തിച്ചു കൊടുക്കുന്നത്. അതുകൊണ്ട് ജിബ്രീൽ അലൈഹിസ്സലാം ഒരിക്കലും ഉസ്താദാവൂല, ജിബ്രീൽ അലൈഹിസ്സലാം ഗുരുവാവൂല. അല്ലെങ്കിൽ ജിബ്രീൽ അലൈഹിസ്സലാം ഗുരുവല്ലേ തോന്നിപ്പോകും. അപ്പൊ അത്രയും വലിയൊരു പ്രവാചകൻ. ആദം നബി അലൈഹിസ്സലാം മുതൽക്ക് ഈസാ നബി വരെയുള്ള മുഴുവൻ പ്രവാചകന്മാരും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശിഷ്യന്മാരാണ്. റസൂലുള്ളാഹി എല്ലാവരുടെയും ഗുരുവാണ്. ആദം നബിയുടെ ഗുരുവാണ്, ഈസാ നബിയുടെ ഗുരുവാണ്, ഇബ്രാഹിം നബിയുടെ ഗുരുവാണ്, എല്ലാവരുടെയും ഗുരുവാണ് സയ്യിദുനാ റസൂലുള്ളാഹി. ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ ഗുരുവാണ്, മുഴുവൻ മലായികത്തിന്റെയും ഗുരുവാണ്. അതാണ് ആദം നബി അലൈഹിസ്സലാം കഅബ ആലയം ഹജ്ജ് ചെയ്തത്. എന്റെ ഗുരുവായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തുർബത്തു ശരീഫത്ത്, റസൂലുള്ളാഹിനെ പടച്ച മണ്ണ് നിന്നിരുന്ന സ്ഥലമാണ് കഅബാലയം നിൽക്കുന്ന സ്ഥലം. ആ കഅബാലയം നിൽക്കുന്ന സ്ഥലത്ത് റസൂലുള്ളാഹിനെ പടക്കാനുള്ള മണ്ണുണ്ടായിരുന്നു. ആ മണ്ണ് വെച്ച സ്ഥലത്തെ ബഹുമാനിച്ചുകൊണ്ട് ആദം നബി അലൈഹിസ്സലാം, അല്ലാഹു തആല മണ്ണ് നിന്നിരുന്ന സ്ഥലത്തെ ബഹുമാനിച്ചുകൊണ്ട് ആദം നബിയെ പടക്കുന്നതിന് മുമ്പ് മലക്കുകളിലൂടെ അവിടെ ഒരു മന്ദിരം, നല്ലൊരു ഗേഹം ബിൽഡിംഗ് ചെയ്തു. ആദ്യമായി കഅബാലയം ബിൽഡിംഗ് ചെയ്തത് മലക്കുകളാണ്. മലക്കുകൾ ബിൽഡിംഗ് ചെയ്ത ശേഷം ആദം നബി അലൈഹിസ്സലാം കഅബാലയം ബിൽഡിംഗ് ചെയ്തു. എന്തിന്? ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ സ്മരണക്കല്ല. അന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഇല്ല. ഭൂമിയിൽ ആദം നബിയെ പടക്കുന്നതിന്റെ മുമ്പ് ഭൂമിയിൽ റസൂലുള്ളാഹിനെ പടക്കാനുള്ള മണ്ണ്
ആ മണ്ണ് കഅബ നിൽക്കുന്ന സ്ഥലത്ത് വെച്ചു. പിന്നീട് ആദം നബിയെ പഠിച്ചപ്പോ ആ മണ്ണ് ആദം നബിയിൽ നിക്ഷേപിച്ചു. അങ്ങനെ ആ മണ്ണ് നിന്നിരുന്ന സ്ഥലത്തിന്റെ ബഹുമാനം കൊടുത്തു. അപ്പൊ ഹജ്ജ് എന്ന് പറയുന്നത് ഫുൾ റസൂലുള്ളാഹിന്റെ സ്മരണയാണ്. ഹജ്ജ് റസൂലുള്ളാഹിന്റെ സ്മരണയാണ്. ഹജ്ജിലെവിടെ റസൂലുള്ളാഹിന്റെ സ്മരണ ഇല്ലാത്തത്? തവാഫ് ഫുൾ റസൂലുള്ളാഹിന്റെ സ്മരണയാണ്. സഅയ് സ്വഫാ മർവക്കിടയിലുള്ള ഓട്ടം അത് റസൂലുള്ളാഹിന്റെ സ്മരണയാണ്. ആരാണ് കേവലം ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ സ്മരണ എന്ന് പറഞ്ഞത്? ഇസ്മായിൽ നബി അലൈഹി സ്വലാം റസൂലുള്ളാഹിന്റെ വല്യുപ്പയാണ്. ആ വല്യുപ്പാനെ അറുക്കാൻ വേണ്ടി അല്ലാഹു തആല തീരുമാനിച്ചു. അന്ന് അറുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ റസൂലുള്ളാഹി ഉണ്ടാകുമായിരുന്നില്ല. ഇസ്മായിൽ നബിനെ അറുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ റസൂൽ ഉണ്ടാകുമായിരുന്നില്ല. അപ്പൊ അതുകൊണ്ട് റസൂലുള്ളാഹിന്റെ വല്യുപ്പാന്റെ സ്മരണ അതാണ് ഹജ്ജ്. റസൂലുള്ളാഹിന്റെ വല്യുപ്പയാണ് ഇസ്മായിൽ നബി അലൈഹിസ്സലാം. റസൂലുള്ളാഹിന്റെ വല്യുപ്പയാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം. അപ്പോ ആ പിന്നെ സഅയ് സഫാ മർവക്കടിയുള്ള സഅയിലും ജംറയിലുള്ള ഏറിലും ഒക്കെ റസൂലുള്ളാഹിന്റെ വല്യുപ്പയെ സ്മരിക്കുന്നു. ഹജ്ജ് ഫുള്ള് റസൂലുള്ളാഹിന്റെ സ്മരണയാണ്. ഇബ്രാഹിം നബിയുടെ സ്മരണ കുറഞ്ഞ ഭാഗത്ത് ഇബ്രാഹിം നബിയുടെയും ഇസ്മായിൽ നബിയുടെ സ്മരണ ഉണ്ട്. അതെല്ലാം അവരുടെ സ്മരണാവലോടുകൂടെ റസൂലുള്ളാഹിയുടെയും സ്മരണയാണ്. കാരണം ആദം നബി നിർവഹിച്ച ഹജ്ജില് റസൂലുള്ളാഹിന്റെ സ്മരണ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ ഹജ്ജില് ഇബ്രാഹിം നബിയുടെ സ്മരണ ഇസ്മായിൽ നബിയുടെ സ്മരണ ഉണ്ടായിരുന്നില്ല. കിതാബിൽ പറഞ്ഞു, ഫതുൽ മുഈനിൽ പറഞ്ഞു, ഇന്ത്യയിൽ നിന്ന് 40 പ്രാവശ്യം ആദം നബി അലൈഹിസ്സലാം ഇന്ത്യക്കാരനായിരുന്നു. ഇന്ത്യയിലാണ് ആദ്യം മുസ്ലിം നാഗരികത മാത്രമല്ല മുസ്ലിങ്ങൾ ഉണ്ടായത്, മനുഷ്യനുണ്ടായത് ആദ്യം ഇന്ത്യയിലാണ്. ആദ്യം മുസ്ലിമായ ആദം നബി അലൈഹിസ്സലാം, ഇസ്ലാമിന്റെ പ്രബോധകനായ പ്രചാരകനായ ആദം നബി അലൈഹിസ്സലാം ആദിമ മനുഷ്യന് ഇന്ത്യയിൽ വന്നു. ആ ആദം നബി അലൈഹിസ്സലാം ഇന്ത്യയിൽ നിന്ന് കഅബാലയത്തിലേക്ക് 40 പ്രാവശ്യം നടന്നുപോയി ഹജ്ജ് ചെയ്തു. കിതാബിൽ ചരിത്രങ്ങളിൽ രേഖപ്പെട്ട് കിടക്കുന്ന സത്യമാണ്. ആദം നബി അലൈഹിസ്സലാം ഇന്ത്യയിലായിരുന്നു. ആദം നബി അലൈഹിസ്സലാം ഇറങ്ങിയതും ഇന്ത്യയിലാണ്, ജീവിച്ചിരുന്നതും ഇന്ത്യയിലായിരുന്നു. അപ്പോ ആ ആദം നബി അലൈഹിസ്സലാമിന്റെ ഗുരുവാണ് സയ്യിദുനാ റസൂലുള്ളാഹി. ആ ഗുരുവിനോടുള്ള സ്മരണയും ബഹുമാനവുമാണ് ഹജ്ജ്. അപ്പൊ എല്ലാ ബഹുമാനങ്ങളുടെയും പിന്നിലുള്ളത് അള്ളാഹുവിന്റെ ഹബീബുൽ ആദമായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള ബഹുമാനമാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കി, എന്തെല്ലാം വസ്തുവിനും എന്തെല്ലാം സംഗതികൾക്കും അല്ലാഹു തആല പുണ്യം നൽകിയിട്ടുണ്ട്. ആ പുണ്യം നൽകിയതൊക്കെ പിന്നിൽ പഠിച്ചാൽ, പഠനം നടത്തിയാൽ, അന്വേഷണം നടത്തിയാൽ, റിസർച്ച് നടത്തിയാൽ മനസ്സിലാകും അല്ലാഹുവിന്റെ ഹബീബാണ് അതിന്റെ പിന്നിലുള്ളത്. അതാണ് ഹബീബുൽ ആദം. നിങ്ങൾ പറയും വെള്ളിയാഴ്ചക്ക് വലിയ പുണ്യമുണ്ട്. ശരിയാണ്, വെള്ളിയാഴ്ചന്റെ പുണ്യയുടെ പിന്നിലുള്ള രഹസ്യം എന്താ? അല്ലാഹുവിന്റെ ഹബീബിന്റെ പ്രഥമ രൂപിയായ ആദം നബി അലൈഹിസ്സലാം ഭൂമിയിലേക്ക് വന്നത് വെള്ളിയാഴ്ചയാണ്. ഭൂമിയിൽ പടക്കപ്പെട്ടത് വെള്ളിയാഴ്ചയാണ്. അപ്പൊ റസൂലുള്ളാഹിന്റെ ഒരു പ്രഥമ രൂപിയെ പടച്ച ദിവസത്തിന് അല്ലാഹു ബഹുമാനിച്ചതാണ് വെള്ളിയാഴ്ചയുടെ ബഹുമാനം. എല്ലാം റസൂലുള്ളാഹിന്റെ ബഹുമാനാണ്. ശരിക്കും പഠിക്കുമ്പോൾ റസൂലുള്ളാഹിന്റെ ബഹുമാനമാണ്. അതുകൊണ്ട് നമ്മൾ അല്ലാഹുമ്മ അഹ്യിനാ അൽ കിതാബി വസ്സുന്ന വഅമിത്നാ ഫി ലൈലത്തിൽ ജുമുഅത്തി ഔ ഫി യൗമിഹാ എന്ന് പ്രത്യേകം ദ്വാരക്കണമെന്നില്ല. ഞങ്ങൾ വെള്ളിയാഴ്ചയോ വെള്ളിയാഴ്ചന്റെ പകലോ മരിപ്പിക്കണേ, അങ്ങനെ ഹദീസിൽ എവിടെയും ദുആ വന്നിട്ടില്ല. എവിടെ ഒരു കിതാബിലും അങ്ങനെ ഉലമാ നിർദ്ദേശിച്ചിട്ടില്ല അങ്ങനെ ഒരു ദുആ. അങ്ങനെ ദ്വാരക്കേണ്ടിയില്ല. വെള്ളിയാഴ്ചക്കുള്ള പുണ്യം റസൂലുള്ളാഹിനെ കൊണ്ട് കിട്ടിയ പുണ്യാണെങ്കിൽ പിന്നെ റസൂലുള്ള പച്ചയിൽ വന്ന തിങ്കളാഴ്ചക്ക് അതേ പുണ്യം ഉണ്ടാവൂലേ? ഉണ്ട്. അതാണ് മൗലിദുൽ ഹുസ്നൈനി വിശദീകരിക്കുന്നത്. അതുകൊണ്ട് മൗലിദുൽ ഹുസ്നൈനി എന്താ, നിങ്ങൾ അതിന്റെ അർത്ഥം, അതിന്റെ ആശയം ഉൾക്കൊള്ളണം. മനസ്സിലാക്കിയിട്ടില്ല. കുറച്ച് പറയുമ്പോൾ തന്നെ സമയം വേഗമാണ്, നമുക്ക് പറഞ്ഞ സമയമല്ല.
മൗലിദുൽ ഹുസ്നൈൻ സംക്ഷിപ്തമായി അതിന്റെ ഷോർട്ടായി മൗലിദുൽ ഹുസ്നൈനെ പറ്റി പറയുകയാണെങ്കിൽ പറയാനുള്ളത് മൗലിദുൽ ഹുസ്നൈൻ എന്താ? മൗലിദുൽ ഹുസ്നൈൻ അൽ ഹബീബുൽ അഅ്ലം. ഇതെല്ലാം പെട്ടു. എങ്ങനെയാണ് മൗലിദുൽ ഹുസ്നൈൻ പറഞ്ഞ എല്ലാ മദ്ഹും റസൂലുള്ളാഹിക്ക് പറഞ്ഞുകൊണ്ട് നമ്മൾ റസൂലുള്ളാഹിനെ വിശേഷിപ്പിക്കാന്ന് ചോദിച്ചാൽ അൽ ഹബീബുൽ അഅ്ലം എന്ന് പറഞ്ഞതിൽ പെടാത്തൊന്നുമില്ല. അൽ ഹബീബുൽ അഅ്ലം, അത് ഹബീബുൽ അഅ്ലം സ്വലാത്ത്. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക അലാ ഹബീബിക്കൽ അഅ്ലം വഅലാ ആലി വഅസ്ഹാബി ഹബീബിക്കൽ അഅ്ലം. ആ ഹബീബിക്കൽ അഅ്ലം എന്ന് പറഞ്ഞതിൽ മൗലിദുൽ ഹുസ്നൈൻ ഫുള്ള് പെട്ടിട്ടുണ്ട്. അല്ലാഹു തആല അങ്ങനെയുള്ള മൗലിദുകളൊക്കെ ഓതാൻ നമുക്ക് തൗഫീഖ് തരട്ടെ.